പുൽപ്പള്ളിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലേ അങ്ങനെയൊക്കെ വരുന്നു. അതിന്റെ ഇടയ്ക്ക് മോളെ പേരെന്താ? ഹാപ്പി വിഷു. മോളിന്ന് കംപ്ലീറ്റ് ഗംഭീരമായി കേട്ടോ. ഇത് എത്ര സമയം എടുത്തു? ഇതൊക്കെ കിടിലായി കേട്ടോ. മോൾക്ക് ഒരു മിഠായി കൊടുക്കാനുണ്ടോ? ഇല്ലല്ലേ, നമ്മുടെ ഇല്ല. മോളെ നമ്മളൊരെണ്ണം മാറ്റി വരും. മോള് പോരുതേ. ഓക്കെ, റെഡി. അപ്പൊ നമുക്കിത് ഒരു കർഷക കൂട്ടായ്മയാണ്. കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ. അപ്പോ കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ വയനാട്ടിലെ കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാലാവസ്ഥാ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വെള്ളവും കറണ്ടൊക്കെ കർണാടകത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് അവിടെ പോയി പാട്ടത്തിൽ കൃഷി ചെയ്യും. കുടുംബവും മക്കൾക്ക് ഇവിടെ തന്നെ വർഷങ്ങളായിട്ട്. അയ്യോ, അപ്പോ സാറിന്റെ ഈ ഇത് കണ്ടപ്പോ ഞങ്ങൾക്കുള്ള ആവേശം എന്ന് പറഞ്ഞാല് കർഷകന്റെ അന്നദാതാവിന്റെ ലഹരി എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ MDMA പോലുള്ള മാരക ഇതൊക്കെ ഉപയോഗിച്ച് ഇതിൽ നിന്ന് മുക്തി നേടാനും മറ്റു തൊഴിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സാർ അവരെ ഞങ്ങളെ ഏൽപ്പിച്ചോ, ഞങ്ങളവരെ കൃഷി പഠിപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. കൃഷിയാണ് ലഹരി. ഒന്നുകൂടെ, കൃഷിയാണ് ലഹരി. അങ്ങേക്ക് ഈ മോള് തന്നതാ, സൂപ്പറാ കേട്ടോ. അങ്ങേക്ക് വിഷു ആശംസകൾ. ഈ കൃഷി പഠിപ്പിക്കണം. ഈ വേറെ കൃഷി ഒരുപാട് ഇറക്കുന്നുണ്ട് ഇപ്പൊ. അതല്ല ഒറിജിനൽ കൃഷി. ലഹരിയിൽ നിന്ന് മാത്രമല്ല ഈ MDMA കൃഷി നിർത്തി യാത്രയിൽ നിന്ന് മുക്തി നേടി വരുന്നവർക്ക് മരുമാന മാർഗങ്ങളില്ല എങ്കിൽ അത് ഞങ്ങൾ NFPO എന്ന കർഷക സംഘടനത്തിലേക്ക് കൊടുക്കും. ഞങ്ങൾ ഈ ആശംസ അർപ്പിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത് വെച്ചാല് ഇത്രയും വലിയ ഒരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ടീമാണ്. ശ്രീകണ്ഠ സാറും അല്ല, കുറച്ച് കേൾക്കട്ടെ, ശ്രീകണ്ഠ സാറും അതേപോലെ ഹാഷിബും. ഞങ്ങൾ ആശംസ അർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു കുറവായിട്ട് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർണാടകയിൽ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം തൊട്ടുകയിലുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് കോഴിക്കോട് വരണം. ഓക്കെ, കാശ് ഈ പരിപാടി വന്നിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് നമ്മൊന്ന് പ്രഖ്യാപിക്കണം. നമ്മൾ പ്രഖ്യാപിക്കുന്നറിയോ? അവസാനത്തെ MDMA കാരനും കേരളം വിട്ടു പോകണം. MDMA വിൽപ്പനക്കാരനെ ഉദ്ദേശിച്ചത്. നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിലാക്കാം. ഓക്കെ, അപ്പൊ അതിന് അവിടെ വരണം. എന്റെ ചെലവിൽ അന്നൊന്നും നടക്കത്തില്ല. നമ്മുടെ ചെലവിൽ വളരെ നന്നായി. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് മോളെ മിഠായി ഇല്ലെങ്കിലും മോക്ക് ഒരു കപ്പ്, ഈ കപ്പ് വേണം പാല് കുടിക്കാം കേട്ടോ. ഓക്കെ, കൈ അടിച്ചു കൊടുത്തേ. ആ മോൾക്ക് കൈ അടിച്ചു കൊടുത്തോ. മോളെ എത്രല്ല പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ദിലീപ് കുമാറോ? ഞാൻ ദീപക്കിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, പുൽപ്പള്ളി പഞ്ചായത്ത്, മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം നമ്മളിപ്പോ വിജയൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പ്രേക്ഷകൻ എഴുതിക്കുക അവിടെ നരൻ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പൊ അങ്ങ് പറഞ്ഞു ഈ നാട്ടിൽ എങ്ങനെയാ എന്റെ ഒരു സ്വാധീനം? എനിക്ക് പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് 24SKന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. നഗരത്തിലും ഗ്രാമത്തിലും ഒക്കെ ഒരേപോലെ ഇന്ന് ലഹരിയുടെ വലിയ ഒരു വിളയാട്ടം നടന്നു, കടുത്ത ലഹരി. അപ്പൊ ഈ രാസലഹരിയൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാധ്യമം രംഗത്ത് വന്ന് ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടന്നത്. ഇത് വലിയൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ ലഹരി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ MDMA കാരനെ തുരത്തിയതിനു ശേഷമേ നമ്മുടെ ദൗത്യം പൂർണ്ണമാവുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഓരോ കുടുംബങ്ങളിലേക്കും അതിന്റെ മെസ്സേജ് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് ഞങ്ങളും അയക്കുന്നത്. ഞാൻ പഞ്ചായത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കരുതാം കൗമാരം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി, കരുതാം കൗമാരം എന്ന് പറയുന്ന കേരളത്തിന് തന്നെ മോഡലായ ഒരു പദ്ധതി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഒരു പരിധിവരെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ഒരു കാര്യം ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. പുൽപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുകൊണ്ട് അതായത് സീതാദേവിയുടെ കാലഘട്ടത്തിൽ അതും ഐതിഹ്യവും സ്മിത്തുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ വലിയൊരു അപ്പോ അങ്ങനെ നല്ല മനുഷ്യനാണ്. ലഘുപുരുഷന്മാരുടെ ഒക്കെ ഒരു കേന്ദ്രമാണ്. സീതാദേവിയെ ഉപേക്ഷിച്ച ഒരു പ്രദേശമാണ്. ഓക്കെ, എന്തായാലും അങ്ങയുടെ ഈ സപ്പോർട്ടിന് നന്ദി. അങ്ങയുടെ പഞ്ചായത്തും പഞ്ചായത്തിലെ ആളുകൾ മുഴുവനും ഒഴുകി കോഴിക്കോടേക്ക് വരണം. അന്ന് നമ്മുടെ അൾട്ടിമേറ്റ് വാറാ. ഇനി നമ്മൾ ബാക്കി വെക്കുന്നില്ല. ഇല്ല. അപ്പൊ അങ്ങേക്ക് ഈ കപ്പിൽ അങ്ങ് ചായ കുടിച്ചാൽ അങ്ങയുടെ ആരോഗ്യം നീണ്ടു നിൽക്കും. ഓക്കെ, സന്തോഷം പഞ്ചായത്ത് പ്രസിഡന്റ്, സന്തോഷം. ഇല്ല, ഈ വില പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് വിചാരിക്കരുത്. ഈ കപ്പിന്റെ മോഹവില 500 കോടി രൂപയാണ്. യഥാർത്ഥ വില 332 രൂപ, 362 രൂപ, 320 പൈസ. അപ്പൊ അങ്ങ് ഇതിൽ കുടിക്കുക. വില മതിക്കാനില്ല, വൈഫിനോടും പറയാം. അതായത് ഇതിലൊരു ഫസ്റ്റ് ക്ലാസ് ചായ ഇട്ട് കൊണ്ടുവരൂ, അല്ലെ അങ്ങ് കൊണ്ട് കൊടുക്കൂ ചായ. ഓക്കെ, റെഡി. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത്. അപ്പൊ നമുക്ക് ഒരു മനുഷ്യൻ എന്തോ ഒരു കാര്യം നമ്മൾ പറയാനായിട്ട് കുറച്ച് നേരം. എന്തോ ചേട്ടൻ എന്തോ പ്രശ്നം?
എനിക്ക് പറയാനുള്ളത് ഭിന്നശേഷിക്കാരുടെ കാര്യമാണ് സംസ്ഥാനത്ത്. അപ്പൊ 2004 മുതൽ താൽക്കാലിക ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ട ഭിന്നശേഷിക്കാര് ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. നമ്മൾ പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുണ്ട് സാറിന് ഏപ്രിൽ 30 മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിൽ ഞങ്ങളുടെ ഫുൾ പിന്തുണയുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ.